ഇത് ഇന്നലെ നടന്നതാ. പഞ്ചാബിനെതിരെ 3-1 തോറ്റതിന് ശേഷം മഞ്ഞപ്പട പ്ലേ ഫോർ ദ ബാഡ്ജ് എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയേഴ്സിനോട് ഡിമാൻഡ് ചെയ്യുന്ന കാഴ്ച. ഡെലൂലു ഈസ് ദ സൊലൂലു എന്ന് പറഞ്ഞ് നടക്കുന്ന ഫാൻസ് വരെ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. അല്ലെങ്കിൽ അവർക്ക് വരെ ഇങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ സംതിങ്സ് ബാഡ്, സംതിങ് ഈസ് റിയലി ബാഡ്. ഞാൻ ഇന്നലത്തെ മാച്ചിനെ കുറിച്ചിട്ട് കൂടുതൽ പറയാൻ വേണ്ടിയിട്ടൊന്നും വന്നതല്ല. റീസൺ ബീങ്, ആ ഒരു മാച്ച് ശരിക്കിരുന്ന് കാണാനുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നില്ല ഞാൻ. ആൻഡ് ഓഫ് കോഴ്സ് ഒഡീഷയ്ക്കെതിരായിട്ടുള്ള മാച്ചും ഈ 2 മാച്ചും എനിക്ക് ശരിക്കും കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വാച്ച് ലോങ് ഒന്നും നടത്താണ്ടിരുന്നത്. അതിന് പറ്റിയ ഒരു ടൈം ആയിരുന്നില്ല. ബട്ട് ദ റിസൾട്ട്സ്, ഒഡീഷയ്ക്കെതിരെ ഉള്ളത് ഇറ്റ്സ് ഓക്കെ. ഒഡീഷ അത്രക്കും ടോപ്പ് ഫോമിൽ നിൽക്കുകയാണ്. ബട്ട് റൗണ്ട് ഗ്ലാസ് പഞ്ചാബ് 3-1. ആക്ച്വലി ഇവിടെ ഞാൻ പഞ്ചാബിനെ താഴ്ത്തി കെട്ടിയതൊന്നുമല്ല. ഇൻസ്റ്റേഡ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഞാനൊരു പോസിറ്റീവ് റിസൾട്ട് അല്ലെങ്കിൽ ഇച്ചിരി കൂടെ ഒരു എഫേർട്ട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗൈസ്, ലൈക്ക് സീരിയസ്ലി മാച്ചിന് ശേഷമുള്ള സ്റ്റാറ്റ്സ് ജസ്റ്റ് ഒന്ന് ഞാൻ നോക്കി. ഓക്കെ, 34 ക്രോസസ്. കളി ആകെ 90 മിനിറ്റ് ഉള്ളൂ. എപ്പോഴെങ്കിലും 34 ക്രോസസ് ഒക്കെ ചെയ്യണ്ടേ, എന്നിട്ടും ഒരു ഗോളോ? വാട്ട് ഈസ് ദിസ്? ഒരൊറ്റ കാര്യം മാത്രമാണ് ഈ ഒരു സ്റ്റാറ്റ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. വി ആർ സോ പ്രെഡിക്റ്റബിൾ ആയിരുന്നു. അതാണ് പ്രശ്നം. അത് ചേഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ സീസൺ ഊമ്പലൂമ്പൽ. ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ മാച്ചിന് ശേഷമുള്ള ഇവാൻ വുക്കമനോവിച്ച് നമ്മുടെ കോച്ചിന്റെ സ്റ്റേറ്റ്മെന്റ്സാ. ആള് ഫാൻസ് പറയണ പോലെയാണ് സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സംഭവം ആള് 100% ഹോണസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയാണ്. ഓക്കെ, നമ്മൾ ബാഡ് ആയിരുന്നില്ല, നമ്മൾ അത്രക്കും വേഴ്സ്റ്റ് ആയിട്ടാണ് കളിച്ചത്. ഞാൻ ബ്ലാസ്റ്റേഴ്സിൽ എത്തിയതിന് ശേഷമുള്ള ഏറ്റവും മോശം പെർഫോമൻസ്, നമ്മൾ ടോപ്പ് ഓഫ് ദ ടേബിൾ ഇപ്പോൾ ഡിസേർവ് ചെയ്യുന്നില്ല. ഒക്കെ ശരിയാ. ബട്ട് ബ്രോ, കംപ്ലൈന്റ് കേൾക്കാൻ ഞങ്ങൾക്കും താല്പര്യമില്ല. വി നീഡ് സൊല്യൂഷൻസ്. ഓൾറെഡി ഇവാന്റെ കേസിൽ കുറെ അധികം ഫാൻസിന് കോൺഫിഡൻസ് ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സൂപ്പർ കപ്പിലെ പെർഫോമൻസിന് ശേഷം ഞങ്ങൾ ഈ 3 മാച്ച് ജസ്റ്റ് കളിച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോമ്പറ്റീഷന് കളിച്ചത് എന്നുള്ള തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്, അതൊന്നും കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഓൾറെഡി ഫാൻസിനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇങ്ങനെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുക. കാരണം 3 സീസണായി ഇപ്പോഴും 0 ട്രോഫീസ്. ഇപ്പോ ഈ ഒരു സീസണിൽ എന്തെങ്കിലുമൊക്കെ നടക്കുന്നു നമ്മളിങ്ങനെ പ്രതീക്ഷിച്ച് നിന്നപ്പോ ഇങ്ങനത്തെ കുറച്ച് പെർഫോമൻസ്, ഒഡീഷയ്ക്കെതിരായിട്ടുള്ള പെർഫോമൻസിന് ശേഷം ഞാൻ കുറെ അധികം കാര്യങ്ങൾ കണ്ടതാ സോഷ്യൽ മീഡിയയിൽ. ഇവാനെ പറഞ്ഞയക്കേണ്ട സമയമായി, സാക്ക് ഇവാൻ, അല്ലെങ്കിൽ ഇവാനെ കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടൂല, ദർ ഈസ് നോ ടാക്ടിക്സ്, അല്ലെങ്കിൽ ആള് ഭയങ്കര പ്രെഡിക്റ്റബിൾ ആണെന്നൊക്കെ. ഇപ്പോ പഞ്ചാബിനെതിരെയുള്ള ഈ ഒരു പെർഫോമൻസ് കൂടെ ആവുമ്പോൾ ഒക്കെ തീരുമാനമായിട്ടുണ്ട്. ഒരിക്കലും കോച്ചിന്റെ മാത്രം ഫാൾട്ട് കൊണ്ടാണ് ഈ റിസൾട്ട്സ് എന്നുള്ള ഒപ്പീനിയൻ ഒന്നും എനിക്കില്ല. ബട്ട് ആളെടുക്കുന്ന ചില ഡിസിഷൻസ് ടീമിനെ ബാധിക്കുന്നുണ്ട്. ആൾ ചൂസ് ചെയ്യുന്ന പ്ലേയേഴ്സ് ആയാലും, ആളെടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ഡിസിഷൻസ് ആയാലും, ആൻഡ് ഓഫ് കോഴ്സ് ടീമിന്റെ പ്രെഡിക്റ്റബിലിറ്റി. നമ്മുടെ ഗെയിം പ്ലാൻ എന്താന്ന് ഒപ്പണന്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് ഓവർ ഫോർ അസ്. പിന്നെ നമുക്ക് വേറൊന്നും ചെയ്യാൻ അറിയില്ല. നമ്മുടെ പ്ലേയേഴ്സ് ക്ലൂലെസ്, ദേ ആർ ക്ലൂലെസ്. എന്താ ചെയ്യേണ്ടിന്ന് അറിയില്ല, അതാണ് പ്രശ്നം. എനിവേ, ഇവാനെ സാക്ക് ചെയ്യാന്നുള്ള ഒരു ഒപ്പീനിയൻ ഒന്നും എനിക്കില്ല. ഓക്കെ, അവരുടെ പോയിന്റ് ഒക്കെ എനിക്ക് മനസ്സിലാവും. നമ്മളിപ്പോഴും ട്രോഫി കാര്യങ്ങൾ നേടിയിട്ടില്ല, അല്ലെങ്കിൽ ഭയങ്കര ഇംപ്രൂവ്മെന്റ് ഈ ഒരു സ്ക്വാഡിലോ അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസിലോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല എന്നൊക്കെ പറയേണ്ടി വരും. ബട്ട് ഇവാനെ സാക്ക് ചെയ്തിട്ട് എന്തിനാ? വല്ല സെർജിയോ ലോബേറോയോ മനോലോ മാർക്കസിനെയോ ഒക്കെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ കറന്റ് സിറ്റുവേഷനിൽ ഇത്രയധികം ഇഞ്ചുറി ക്രൈസിസ് ഉണ്ടാവുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് പെർഫോമേഴ്സ് ആയിട്ട് നിൽക്കുന്ന ലൂണ പോയി, പെപ്പർ പോയി, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുമ്പോൾ കോച്ചിനെ മാത്രം പറഞ്ഞിട്ട് ആളെ സാക്ക് ചെയ്ത പ്രശ്നങ്ങൾ തീരുന്നു പറയുന്നതിൽ വലിയ ലോജിക്കൊന്നുമില്ല. ബട്ട് ഈ ഒരു സീസണും ഒരു ഫെയിലിയർ ആണെന്നുണ്ടെങ്കിൽ KBFC മാനേജ്മെന്റ് മെയ്ബി മാറി ചിന്തിക്കേണ്ടി വരും. അതുപോലെ തന്നെ കളി കാണാൻ പോകുന്ന ഫാൻസ് ആയാലും, സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഫാൻസ് ആയാലും, മിനിമൽ സ്റ്റാൻഡേർഡ്സ്, ഓക്കെ, അല്ലെങ്കിൽ പ്ലേയേഴ്സ് ചെയ്യുന്ന ഏറ്റവും ബേസിക് കാര്യങ്ങളെ ഹൈപ്പ് കൊടുക്കാതിരിക്കുക. സ്റ്റോപ്പ് ദാറ്റ്. ഓക്കെ, നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഉയർത്തി ക്ലബിന്റെയും പ്ലേയേഴ്സിന്റെയും സ്റ്റാൻഡേർഡ് ഉയർന്നോളൂ. അതിന് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലേയേഴ്സ് ഒരുങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഫാൻസ് കാര്യങ്ങൾ കയ്യിലെടുക്കണം. അപ്പോൾ വേണം ബോയ്ക്കോട്ടിങ് ആയാലും ബാക്കിയുള്ള കാര്യങ്ങളായാലും. എന്തായാലും ഇവാനും കൂട്ടർക്കും കാര്യങ്ങൾ ടേൺ അറൗണ്ട് ചെയ്യാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഈ ഒരു സീസണിൽ ഞാൻ ഇച്ചിരിയെങ്കിലും പോസിറ്റീവ് റിസൾട്ട്സ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
ആ ഒരു ഹാപ്പി എൻഡിങ് കിട്ടും തന്നെ പ്രതീക്ഷിക്കുക. നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളും കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.